ലോക മലയാളി സമൂഹം കൈക്കൊണ്ട ഒരു ഇവിടെ അവസാനമാവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുറഹീം കഴിഞ്ഞ 2 പതിറ്റാണ്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിഞ്ഞ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഇന്ന് നമ്മോടൊപ്പം ജീവിക്കാൻ. നമുക്കറിയാം അബ്ദുറഹീം അവിടെ സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു ആനുകൂല്യം നേടിയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയോടുള്ള നമ്മുടെ കടപ്പാട് അങ്ങേയറ്റമാണ്. ഇന്ന് അബ്ദുറഹീം നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ എന്ന രാജ്യത്തെയും ആ രാജ്യത്തെ ഭരണാധികാരികളോടും അവിടെയുള്ള ജനങ്ങളോടും ഞങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും അബ്ദുറഹീമും അതുപോലെ തന്നെ അബ്ദുറഹീമിന്റെ ഉമ്മയും സഹോദരങ്ങളും അതുപോലെ ലോക മലയാളി സമൂഹവും ഇവിടെ സമർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി കൈകോർത്ത് ഒരുപാട് പേരുണ്ട്. ആ കൈകോർത്തവരോടുള്ള നന്ദി എങ്ങനെ അറിയിക്കണമെന്ന് അറിയില്ല. നമ്മുടെ റിയാദിലെ നിയമസഹായ സമിതി അതിനുവേണ്ടി തുടക്കം മുതൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി അതിന് കൈകോർത്ത റിയാദിലെ കമ്മിറ്റിയുടെ മുഴുവൻ നേതാക്കളോടും തുടക്കം മുതൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതുവരെ ഇതിനുവേണ്ടി ഈ നിമിഷം ഇവിടെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിച്ച ഒട്ടേറെ പേരുണ്ട്. റിയാദിൽ വിവിധ സംഘടനാ പ്രതിനിധികളുടെ നേതാക്കൾ, അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റി, നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റ് കമ്മിറ്റി ഊണും ഉറക്കവുമില്ലാതെ ഇവിടെ നമ്മുടെ 15 മില്യൺ റിയാൽ സ്വരൂപിക്കുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പിന്നെ പറയേണ്ടത് ഇവിടെയുള്ള ബഹുമാന്യനായ ബോച്ചയെ പോലുള്ള പ്രിയങ്കരായ വ്യവസായ പ്രമുഖർ നമ്മളോടൊപ്പം ചേർന്നപ്പോൾ നമ്മൾ ഒരു വേളയിൽ നമ്മൾ അന്തിച്ചു നിന്ന് പോയ നമ്മുടെ ഫണ്ട് റൈസിംഗ് വളരെ ഭംഗിയായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ച അതിമനോഹര നിമിഷങ്ങളായിരുന്നു. അദ്ദേഹത്തോടും അതുപോലെ തന്നെ റഹീമിന്റെ സഹോദരൻ നസീർ, അതുപോലെ ഇവിടെയുള്ള റഹീമിന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾ, പിന്നെ മുഹമ്മദ് ജവാദ് തുടങ്ങി എല്ലാവരോടുള്ള അഗൈതവുമായ നന്ദിയും മറ്റ് കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. റഹീമിന് നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട്, കൂടുതൽ പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. റഹീമിനെ സംബന്ധിച്ചിടത്തോളം 2 പതിറ്റാണ്ടിന് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെ അദ്ദേഹത്തിന് ആവശ്യമായ സമയം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ റഹീമിന് അതുപോലെ തന്നെ ബോച്ചെ സാറിന്റെ ഈ മൈക്ക് കൈമാറുകയാണ്. ഇവിടെ കമ്മിറ്റിയുടെ നമ്മുടെ അബ്ദുറഹീം നിയമസഹായ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സുരേഷ്, ജനറൽ കൺവീനർ KK ആലിക്കുട്ടി മാസ്റ്റർ, അതുപോലെ തന്നെ ട്രഷറർ നിതീഷ്, അതേപോലെ ഇവിടെ നമ്മുടെ പ്രാദേശിക കമ്മിറ്റിയുടെ പ്രിയങ്കരായ ഭാരവാഹികൾ, ഈ നാട്ടുകാർ മുഴുവൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഈ ഫണ്ട് റൈസിംഗിൽ ഇതേപോലെയുള്ള ആവേശകരമായ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു അന്ന് നമ്മൾ ഊണും ഉറക്കൊഴിഞ്ഞത്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ ആനുകൂല്യം പറ്റി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ ഈ സഹായത്തിന് വേണ്ടി, ഞങ്ങളുടെ ഈ കൈകോർക്കലിന് വേണ്ടി ലോകത്ത് മുഴുവൻ ഈ സന്ദേശം പടർത്തിയത് നിങ്ങളാണ്. നിങ്ങളോടുള്ള കടപ്പാട് എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കലും ഞങ്ങൾക്കറിയില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. ആ കാര്യങ്ങൾ പ്രിയപ്പെട്ട റഹീം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. സൗദിയുടെ കാര്യങ്ങൾ സംസാരിക്കും. ഇത് ആവശ്യമായി എല്ലാവരും കഴിക്കാൻ കഴിയും.
എനിക്കൊന്നും പറയാനില്ല. കാരണം എന്നെ എല്ലാ ദിവസവും മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ എല്ലാ ദിവസവും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മലയാളികൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത്രയും എന്റെ വാക്കുകൾക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും സംസാരിക്കുന്നു. ഞാൻ റഹീമൻ സംസാരിക്കണ്ടേ? ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എന്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും ബോച്ചെ അഷ്റഫ് സിദ്ദീഖ് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. അവരോട് പേരെടുത്ത് പറയാനില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ് അദ്ദേഹത്തിന്റെ മകൻ സവാദും പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസകൾ. അതുപോലെ മോചനം നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കാത്തിരിപ്പിൽ നിന്ന് നമ്മുടെ നാട്ടുകാരും എല്ലാവരും റഹീമിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതിന്റെ സന്തോഷം ദിവസം തന്നെ അദ്ദേഹത്തിന് നാടിന് മറ്റൊരു പെരുന്നാൾ കൂടി ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി. ഏറ്റവും നമുക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രയത്നം സബലീകരിക്കുന്നതിന് വേണ്ടി കഠിനമായി മാധ്യമ പ്രവർത്തകർ അവരോട് അഗാധമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പരമാവധി സഹായിച്ച ബോച്ച അടക്കമുള്ള ആളുകളോടും നന്ദിയും പ്രകാശിപ്പിക്കുന്നു.